കാലം കടന്നുപോയാൽ, ടെക്നോളജിക്ക് മാറ്റമുണ്ടായാൽ, ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് എയുടെ കാലത്ത് MSFനെ ആരു സ്വീകരിക്കാനാണ് എന്ന് ബി വസീഫ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് പറയുമ്പോ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റിനെ ഞങ്ങൾ ഓർമ്മപ്പെടുന്നത് അനന്തപുരിയിൽ അടച്ചുപൂട്ടി നിങ്ങൾ കയ്യിൽ വെച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിൽ SFIക്കാരന്റെ കയ്യിലുള്ള സെനറ്റ് നേടിയെടുത്ത കാലത്താണ് നിങ്ങൾ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആരോഗ്യ സർവകലാശാല നാളിതുവരെ SFI അല്ലാത്ത മറ്റൊരാളും ജയിച്ചിട്ടില്ലാത്ത ആരോഗ്യ സർവകലാശാലയിൽ ഒരു മുന്നണിയുമില്ലാതെ ഒറ്റയ്ക്ക് SFIയെ പരാജയപ്പെടുത്തി അംഗത്വം നേടിയ കാലത്താണ് ഡിവൈഎഫ്ഐയുടെ വസീഫ് നിങ്ങൾ ഏതു കാലത്താണ് എന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. എമ്മിനേറെ കാലിക്കറ്റ് സർവകലാശാലയിൽ 10 വർഷക്കാലം അധികാരമുള്ള കയ്യിലുള്ള നിങ്ങൾ അധികാരത്തിന്റെ സർവ്വ ഉപയോഗങ്ങളും നടത്തിക്കൊണ്ട് അധികാരത്തിന്റെ സർവ്വ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള അധികാരം കൊണ്ട് കെട്ടിപ്പൂട്ടി വെച്ച സർവകലാശാല ചവിട്ടി തുറന്ന് CHന്റെ പതാക വാനിൽ ഉയർന്നു പറക്കുന്ന കാലത്താണ് എയുടെ കാലത്ത് MSFനെ കൊടി പിടിക്കാൻ ആരുണ്ട് എന്ന് ഡിവൈഎഫ്ഐ ചോദിക്കുന്നത്. എന്തിനേറെ പറയണം, കണ്ണൂർ സർവകലാശാലയിൽ നിങ്ങളുടെ ചുവന്ന കോട്ടയ്ക്കകത്ത് MSFന് 2 സെനറ്റ് മെമ്പർമാരുടെ കാലത്താണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. കേരള സർവകലാശാലയിൽ നാളിതുവരെ ചരിത്രത്തിൽ ഇന്നവരെ ഈ പറയുന്ന കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കകത്ത് നമുക്ക് അംഗത്വം ഉണ്ടായിരുന്നില്ല. അവിടെയും അംഗത്വമുണ്ടായ കാലത്താണ് SFIക്കാര ഡിവൈഎഫ്ഐക്കാര നീ ചോദ്യം ചോദിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് വസീഫിന് ഞങ്ങൾ 2 കാര്യം പറഞ്ഞു തരാം. ഈ കേരളത്തിലെ KTU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ അഫിലിയേറ്റ് ചെയ്ത സർവകലാശാലയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. KTUയുടെ ഒരു കോളേജിലും ഈ തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതിന് കാരണം കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. വസീഫ് എയുടെ കാലത്ത് MSFന്റെ കൊടി പിടിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ ആ KTU തിരഞ്ഞെടുപ്പിൽ MSFന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായപ്പോ ഭയം നോടി തിരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ച വിദ്യാർത്ഥി സംഘടനയുടെ പേര് നിങ്ങളുടെ കൊടി പിടിച്ച SFIക്കാരാണ് എന്ന് വസീഫിനെ പോലെ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഓർക്കുന്നത് നല്ലതാണ്.